ഞാനൊരു നാളും ആത്മാവൊരു നാൾ വെടിയുമ്പോൾ മണ്ണോടവരും ചേരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും പരിശുദ്ധമ്മയുടെ സ്വർഗ്ഗാരോഹണം തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. ഉൽപ്പത്തി 3:15 നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. രക്ഷയുടെ ചരിത്രവും രക്ഷകന്റെ വരവിനുള്ള ക്രമാനുഗതമായ ഒരുക്കവുമാണ് പഴയ നിയമത്തിലെ ഉൽപ്പത്തി 3:15 പ്രതിപാദിക്കുന്നത്. രക്ഷകന്റെ അമ്മയാകാനായി, സാത്താന്റെ തല തകർക്കാനായി പിതാവായ ദൈവം പരമോന്നത സ്ഥാനം കൊടുത്ത് മറിയത്തെ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിലോ ലേഖനത്തിലോ വെളിപാട് ഗ്രന്ഥത്തിലോ ഈശോയുടെ അമ്മയെ മറിയം എന്ന് വിളിക്കുന്നില്ല. കാരണം യോഹന്നാൻ അവൾ സ്വന്തം അമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കന്യകാമറിയം നമ്മുടെ ഓരോരുത്തരെയും അമ്മയായി മാറി. ഉൽപ്പത്തി 3:15 പരാമർശിക്കുന്ന സ്ത്രീ തന്നെയാണ് ഈശോയുടെ അമ്മ എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്നിന്റെ ഇടയിൽ ഈശോ സ്വന്തം അമ്മയോട് പറയുന്ന ഭാഗം. സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. പക്ഷേ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവനും പറയുന്നത് പോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സഹരക്ഷാ ദൗത്യവും മാധ്യസ്ഥ ശക്തിയും ഇവിടെ വ്യക്തമാണ്. മനുഷ്യരക്ഷയിൽ അമ്മ മാതാവിനുള്ള പങ്ക് ദൈവം തന്നെ അവൾക്ക് സമ്മാനിച്ചതാണ്. അമ്മ സഹരക്ഷകയായിരിക്കണമെന്നുള്ളത് പിതാവിന്റെ തീരുമാനമാണ്. അതുപോലെ മറിയത്തിന്റെ മാധ്യസ്ഥത്തിന്റെ പ്രഭവസ്ഥാനം ഈശോ തമ്പുരാന്റെ യോഗ്യതകൾ തന്നെയെന്ന് നാം തിരിച്ചറിയണം. മറിയത്തിലൂടെ ഈശോയിലേക്ക് വഴി തുറക്കുന്ന സുസ്ഥിരമായ ബന്ധം നമുക്കും സഭയോടൊത്ത് പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യാം. വചനം മാംസരക്തങ്ങളായി മാറുന്നതിന് അനാദിയിൽ തന്നെ ദൈവം മറിയത്തെ തിരുസുതന്റെ മാതാവായി തിരഞ്ഞെടുത്തു. അതുപോലെ അവൾ ലോക രക്ഷകന്റെ മാതാവും അതുല്യമാം വിധം കർത്താവിന്റെ എളിയദാസിയുമായി വിരാജിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് പിതാവിന് സ്വപുത്രനെ കാഴ്ചവെച്ച അവിടുന്ന് കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ ആ പീഡകളിൽ ഒപ്പം ചേർന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കും ജപമാലകളിലൂടെ പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കാം. അമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എനിക്കൊരമ്മയുണ്ട്, സാഗരത്തെ ശാസിച്ചോന് ആരീരം പാടിയൊരമ്മയുണ്ട്. കരുതാൻ എനിക്കൊരമ്മയുണ്ട്.